Kdenlive എങ്ങനെയാണ് mp3 ഫയലിനെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് mp4 ആക്കുന്നതെന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഈ 3 ഫയൽ വാട്സപ്പിൽ വന്ന mp3 ഫയലാണ്. ഇത് ഞാൻ Kdenliveലോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ സൗണ്ട് ആൻഡ് വീഡിയോ Kdenliveലോട്ട് കൊണ്ടുവരുന്നു. ഒരു ന്യൂ ഫയൽ എടുക്കുന്നു. അതിൻ്റെ HD 1080p 29.97 fps ആക്കി മാറ്റുന്നു. ഓക്കെ കൊടുക്കുന്നു. ഡൗൺലോഡ്സിൽ നിന്നും ഇപ്പോൾ വാട്സപ്പിൽ നിന്നും ഇങ്ങോട്ട് മാറ്റിയ 3 mp3 ഫയലിനെ Kdenliveലേക്ക് കൊണ്ടുവരുന്നു. ഈ ഫയൽ ഓഡിയോ ട്രാക്കിലോട്ട് മാറ്റുന്നു. വളരെ ചെറിയൊരു ഫയലാണ്, ഇത്രയേ ഉള്ളൂ. ഇത് ഫയൽ ഇവിടെ റീഡ് ചെയ്യുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും. അത് മാറ്റാൻ വേണ്ടി പ്രോജക്റ്റിൽ ആഡ് കളർ ക്ലിപ്പ് എടുക്കുക. നമുക്കിഷ്ടമുള്ള ഒരു കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി ഈ കളർ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവരിക. ഇതിൻ്റെ ലെങ്ത് നീട്ടിക്കൊടുക്കുക. Kdenlive വഴി ഒരു mp3 mp4 ആക്കുന്ന രീതി ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ വിശദമാക്കിയത്. ഇനി ഇത് കൺട്രോളെ കൊടുത്ത് സെലക്ട് ചെയ്യുക. റെൻഡർ കൊടുക്കുക. mp4ലോട്ട് റെൻഡർ ചെയ്യുക. ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ആക്കുക. റെൻഡർ ടു ഫയൽ കൊടുക്കുക. ഈ ഫയൽ നേരത്തെ ഇവിടെ കിടക്കുന്ന ഫയലാണ്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് സേവ് ചെയ്യാം. ഇവിടെ പേര് കൊടുക്കുക. S1 എന്നൊരു പേര് കൊടുത്തു സേവ് ചെയ്തു. കൈറ്റിലാണ്. ഓക്കെ. ഫയൽ ലെങ്ത് കുറവായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ റെൻഡർ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫയൽ പോയി നോക്കാം. S1 mp4 അദ്ദേഹമാണ് ഇത്തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ. ഇനി നമുക്കിത് സെൻഡ് വയ Kden കണക്ട് വഴി മൊബൈലിലോട്ട് സെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് Kdenlive വഴി mp3 mp4 ആക്കി മാറ്റുന്നത്. ഓക്കെ, താങ്ക് യു.